അവിടെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ മിസ് ചെയ്ത് മുന്നോട്ട് പോയി. ഇപ്പൊ റിവേഴ്സ് എടുത്ത് വരികയാണ്. കുറച്ച് ദൂരത്തായിട്ടായിരുന്നു ഈ ഒരു ആനയെ കണ്ടത്. ആദ്യം ഞങ്ങൾ അവിടെ ഒരാനേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ഒരു മരത്തിന്റെ ബാക്കിലായിട്ട് മറ്റൊരു ആനയും കൂടി ഉണ്ടായിരുന്നു. അതൊരു കൊമ്പനായിരുന്നു. ആദ്യം കണ്ട ആനയുടെ അടുത്ത് തന്നെയാണ് ഈ കൊമ്പന് നിൽക്കുന്നത്. ആ ആന മെല്ലെ റോഡിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. റോഡിന്റെ അപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ റിസർവോയർ. റിസർവോയറിലേക്ക് പോകാൻ വേണ്ടിയാന്ന് തോന്നുന്നു. നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് വന്നപ്പം നമ്മുടെ വണ്ടി കണ്ടിട്ടാന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടീന്റെ നേരെ ഒന്ന് നോക്കി നിന്നു. ഇടയ്ക്ക് തുമ്പിക്കൈയൊക്കെ ഉയർത്തി നമ്മുടെ മണം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ആനയുണ്ടല്ലോ, ഇതൊരു മോഴയാനയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പിടിയാനയാന്നേ തോന്നൂ. എന്നാൽ മഖ്ന എന്നാൽ കൊമ്പില്ലാത്ത ആണാന എന്നാണ്. ടസ്ക്ലെസ് മെയിൽ എലിഫന്റ്. ജനറ്റിക് കാരണങ്ങളാലാണ് ഇവയ്ക്ക് കൊമ്പില്ലാതായി പോകുന്നത്. നല്ലൊരു അടിപൊളി കൊമ്പനാണ് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആള് കുറച്ച് ഷയ്യാന്ന് തോന്നുന്നു. ആ മരത്തിന്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരാൻ എന്തോ ഒരു മടി പോലെയായിരുന്നു. അവൻ അവിടെ തന്നെ ആ പുല്ലൊക്കെ പറിച്ച് കഴിച്ച് നിൽക്കുമായിരുന്നു. അവന്റെ മെല്ലെ അവിടുന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മോഴാനകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം. ഈ മോഴാന ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു ആ കൊമ്പനും ആ മരത്തിന്റെ ബാക്കിൽ നിന്നും മാറി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. ആ മോഴാന മുന്നോട്ട് പോകുന്നതനുസരിച്ച് ബാക്കിൽ നിന്ന് ആ കൊമ്പന് മേലെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. എന്താ അവന്റെ വരവെന്ന് നോക്കിയേ. ആ തുമ്പിക്കൈ കൊണ്ട് ആ പറിച്ച പുല്ലൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് ആ വരവ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. ഞങ്ങൾ ഈ ആനക്കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടീന്റെ ബാക്കിലായിട്ട് പോലീസുകാരുടെ വണ്ടി കൊണ്ടേ നിർത്തി. അവരും ഞങ്ങളെപ്പോലെ കുറേ നേരം ഈ ആനകളെ നോക്കി നിന്നു. ഇന്നൊരു ഇട ദിവസം ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. കുറേ നേരത്തേക്ക് ഞങ്ങളുടെ വണ്ടി പിന്നെ ഈ പോലീസുകാരുടെ വണ്ടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആന ഇപ്പൊ റോഡിന്റെ അടുത്ത് എത്താറായിട്ടോ. നമ്മുടെ ഗൈഡ് പറഞ്ഞത് ആന റോഡൊക്കെ ക്രോസ് ചെയ്ത് റിസർവോയറിന്റെ അടുത്ത് പോയി റിസർവോയറിന് നീന്തി അപ്പുറത്തേക്ക് പോകാനാ ചാൻസ് എന്ന്. നമുക്ക് നോക്കാം. ആ മോഴാന വളരെ കൂളായി റോഡും ക്രോസ് ചെയ്ത് നേരെ ആ മുളയുടെ ഭാഗത്തേക്ക് ചെന്ന് അവിടെ നിന്ന് മുളയും പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. അവൻ ഞങ്ങൾക്ക് നേരെ ചാർജ് ചെയ്യുന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ വളരെ കാമായിട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് പോയത്. ഞങ്ങളെ ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല. അവിടെ നിന്ന് തന്നെ ഈ മുള ലക്ഷ്യമിട്ടാ വന്നെന്ന് തോന്നുന്നു. ഈ കൊമ്പനൊന്ന് ഇടയ്ക്ക് നമ്മുടെ നേരെ ചാർജ് ചെയ്ത് വന്നിരുന്നു. ആ തേക്ക് ഇടയ്ക്ക് നിൽക്കുന്നോണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അവൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, ചെവിയൊക്കെ വട്ടം പിടിച്ച്. അവനിതുപോലെ കുറച്ചു നേരം നടക്കും, പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് ഞങ്ങളെ ശരിക്കും വാച്ച് ചെയ്യും. പിന്നെ നടക്കും, പിന്നെയും വാച്ച് ചെയ്യും. ശരിക്കും ഇവന്റെ ഈ വരവൊക്കെ കണ്ടിട്ട് ചാർജ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവനെ ഇറങ്ങി വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി മിക്കവാറും നമ്മുടെ നേരെ അവൻ ചാർജ് ചെയ്ത് വരുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ റിവേഴ്സിലിട്ട് റെഡി ആയിരുന്നു നിന്നിരുന്നത്. അവൻ റോഡിന്റെ അടുത്തെത്തിയതും ഈ മോഴാനെ ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. ഇപ്പതേ ഈ മോഴാനയും കൊമ്പനും രണ്ടും നമ്മുടെ നേരെ തിരിഞ്ഞാ നിൽക്കുന്നത്. അത് ശരിക്കും വല്ലാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു. ഇങ്ങനൊരു മൊമെന്റ് ഒന്നും നമുക്ക് ലൈഫിൽ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല.
ഒരു കൊമ്പനൊരു മോഴയാനാണ് ഞങ്ങളുടെ നേരെ പോയി നടന്നു വരുന്നത്. കുറച്ചു ദൂരം അവർ വന്നപ്പോൾ ഞങ്ങൾ മെല്ലെ ബാക്കിലേക്ക് റിവേഴ്സ് എടുത്ത് പോയി. അവരങ്ങനെ വന്നു നിന്ന് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് ബാക്കിലേക്കും പോയി. എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ആ മോഴയാനെന്ന് തോന്നുന്നു ഈ 2 ആനകൾ ലീഡ് ചെയ്യുന്നത്. പൊതുവെ അങ്ങനെയാണ് കാണാറ്. അങ്ങനെ അവരെ തിരിഞ്ഞു പോയി അവിടെ എത്തി മുളയൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ ട്രെക്കൊക്കെ ചെയ്യുമ്പോൾ മോഴയാനകളുള്ള ഹേർഡിനെ കാണുമ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ള ഗൈഡ് വളരെ കെയർഫുള്ളാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറയും, നിങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനെന്ന്. മോഴയാനകളുള്ള ഹേർഡാണെങ്കിൽ മിക്കവാറും നമ്മുടെ നേരെ ആദ്യം ചാർജ് ചെയ്ത് വരിക മോഴയാനയായിരിക്കും. നമ്മൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ട് മോഴയാനകൾ വളരെ അഗ്രസീവാണ്, അവർ നമ്മളെ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെ. എന്തായിരിക്കും മഖന, അതായത് മോഴയാനകൾ ഇത്രയും അക്രമകാരികളാവുന്നത്? കാട്ടിലെ ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയുള്ള ഫൈറ്റിൽ കൊമ്പുള്ള കൊമ്പന്മാരോട് ഏറ്റുമുട്ടാൻ ഇവർക്ക് കൊമ്പില്ല. അതുകൊണ്ട് തന്നെ ജന്മനാൽ ലഭിച്ച ഈ കുറവിനെ മറികടക്കാൻ പ്രകൃതി ഇവർക്ക് നൽകിയത് അതിഭീകരമായ ശാരീരിക കരുത്തും തൻ്റെടവുമാണ്. മിക്ക മോഴയാനകൾക്കും കൊമ്പന്മാരെക്കാൾ വലിയ മസ്തകവും ശക്തമായ മുൻകാലും പിന്നെ ഇവരുടെ തുമ്പിക്കൈക്ക് നല്ല കരുത്തായിരിക്കും. കാട്ടിലെ സംഘർഷം അതിജീവിക്കാൻ ഇവരെപ്പോഴും ഹൈ അലേർട്ട് മോഡിലായിരിക്കും. ഒരുപക്ഷെ ഈ ഭയമില്ലായ്മ തന്നെയായിരിക്കും ഇവരെ അതിഭീകരന്മാരാക്കുന്നത്. ഞങ്ങളെങ്ങനെയാ ഇവിടെ എത്തിയെന്ന് അറിയണ്ടേ? പറമ്പിക്കുളത്തൊരു ട്രക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രക്കൊക്കെ തുടങ്ങി. പറമ്പിക്കുളത്തെ ബെയർപാസ് ട്രക്കായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങൾ പറമ്പിക്കുളത്ത് വന്നിട്ട് ആദ്യമായിട്ടായിരുന്നു ഇത്ര ഡ്രൈ ആയിട്ടൊരു ട്രക്കിങ് ഞങ്ങൾ കണ്ടത്. ഡ്രൈ ഇൻ ദ സെൻസ് നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ട്രക്കിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ട്രക്ക് ആക്ച്വലി നല്ലൊരു ട്രക്കായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ആനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല എന്നുള്ള ചെറിയ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ട്രക്കിൽ ആനിമൽ പ്രസൻസ് നല്ല പോലെ ഉണ്ടായിരുന്നു. നടക്കുന്ന വഴിയിൽ പഫ് മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആനയുടെ സൗണ്ടൊക്കെ ദൂരെ നിന്ന് കേൾക്കാനുണ്ടായിരുന്നു. ഇടയ്ക്ക് മുള പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിരുന്നു. മുളംകൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ആന നിൽക്കുന്ന ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ ട്രക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സിനെ സേത്തുമട കൊണ്ടാക്കി. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ മാങ്കൂട്ടത്തെ കണ്ടത്. മുന്നോട്ട് പോയാലും ഇനി അങ്ങനെ സൈറ്റിംഗ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് കരുതി ഞങ്ങളിവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. ഈ മാനുകളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ തന്നെ നിന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഞങ്ങൾക്ക് ഈ ആനകളുടെ കാഴ്ചകൾ കിട്ടിയത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ബസ് വന്നു. ആ ബസ് വരുന്നത് ഞങ്ങൾ കുറച്ച് ദൂരത്ത് നിന്ന് കണ്ടിരുന്നു. ഞങ്ങളുടെ വണ്ടി കുറച്ച് റിവേഴ്സ് എടുത്ത് സൈഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കൊമ്പൻ ബസ്സിന് നേരെ ചാർജ് ചെയ്തത്. അവൻ ആ ബസ്സിനെ അവിടെ തടഞ്ഞു നിർത്തിയെന്ന് തന്നെ പറയണം. ആ 2 ആനകൾ ഇങ്ങനെ റോട്ടിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടും അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടും ആ ബസ് അവിടെ തന്നെ നിർത്തിയിട്ടു. അങ്ങനെ അവിടെ അത്യാവശ്യം നേരം നിന്ന് ആ മുളയൊക്കെ പൊട്ടിച്ച് കഴിച്ച് ആ കൊമ്പൻ മേലെ ബസ്സിൻ്റെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. വീണ്ടും അത് ചാർജ് ചെയ്യാൻ പോവാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ മെല്ലെ നടന്ന് റോഡിൽ നിന്ന് താഴേക്കാണ് ഇറങ്ങിയത്. ആ മോഴാനാണെങ്കിൽ ഇപ്പോഴും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വളരെ കാമായിട്ട് തന്നെ നിന്ന് ആ മുളയൊക്കെ പൊട്ടിച്ച് വെച്ച് റോട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു.
ഏകദേശം ഒരു 10 മിനിറ്റോളം ആന ബസ്സിന് ബ്ലോക്ക് ചെയ്തിരുന്നു. ആ മോഴാന കുറച്ച് ഉള്ളിലേക്ക് കയറിയപ്പം ബസ് മെല്ലെ മുന്നോട്ടെടുത്ത് പോയി. അങ്ങനെ ആ ബസ് പോയതും ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്ന പോലീസ് ജീപ്പും കയറിപ്പോയി. ഇനിയിപ്പോൾ ഞങ്ങളും എന്തായാലും പോവാണ്. ആ മോഴാന സൈഡിലുണ്ടാവുമെന്ന് കരുതി ഞങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിവനെ കണ്ടപ്പോൾ വീണ്ടും അവിടെ വണ്ടി നിർത്തി. വണ്ടി എന്തായാലും ഞങ്ങൾ ഓഫൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി എങ്ങാനും അവൻ ചാർജ് ചെയ്ത് വന്നാലോ എന്ന് കരുതി. പിന്നെ ഇവിടെ ഒരു തിട്ടയുണ്ട്, അതുകൊണ്ട് അത്ര എളുപ്പത്തിലൊന്നും അവന് പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. നല്ല വലിപ്പമുള്ളൊരു ആനയാട്ടോ ഇത്. കൊമ്പില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നല്ല സൈസ് ഉണ്ട്. മറ്റേ ആ കൊമ്പൻ ഇവൻ്റെ ഒപ്പം നിൽക്കുമ്പം ആ കൊമ്പൻ ചെറുതാണ്. ഈ ആനയുടെ ബാക്കിലായി കുറച്ച് മാറി ആ കൊമ്പന് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ അവിടെ നിന്ന് പുല്ലും ഈ മുളയൊക്കെ പൊട്ടിച്ച് വെച്ച് നിൽക്കുകയായിരുന്നു. ദേ ആ മോഴാന ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാട്ടിലെ വേട്ടക്കാരായ മനുഷ്യർ കൊമ്പുകൾക്കായി കൊമ്പന്മാരെ ലക്ഷ്യം വെച്ചപ്പോൾ പ്രകൃതി സ്വന്തം വംശത്തെ നിലനിർത്താൻ കണ്ടെത്തിയ ഒരു പരിണാമ തന്ത്രം കൂടിയാണ് മഖ്ന എന്നും പറയുന്നവരുണ്ട്. ഭയമില്ലാത്ത വേഗതയേറിയ കൊമ്പില്ലാത്ത ഈ കരിവീരന്മാർ ശരിക്കൊരു അത്ഭുതം തന്നെയാണ്.